ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ നമ്മുടെ ഇന്ത്യ ഗേറ്റിന്റെ ആ ഒരു ഭാഗത്താണ്. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാം. ബാക്കി ഞാൻ കാണുന്ന കൂട്ടത്തിൽ കൂടി അതിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നമുക്ക് പോവാം. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് കാണാൻ പോവാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പ് ഇതിൻ്റെ പേര് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നായിരുന്നു. 1914 21 ഇടയിൽ വീരമൃത്യു മരിച്ച നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളും ഇന്ത്യൻ സൈന്യത്തിൽപ്പെട്ടവരും 84,000 പേരുടെ സ്മാരകമായിട്ടാണ് ഇത് നിലകൊള്ളുന്നത്. ഇവിടെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതിന് പകരം ഇങ്ങനെ അടിയിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് നമുക്ക് തിരിച്ചങ്ങനെ എത്താം. ആ ഒരു ഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. അടിയിൽ കൂടി പോവാണ്. ഇവിടെയൊക്കെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും ചരിത്രങ്ങളും ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്തും. ഇനി ഇങ്ങനെ എത്തിക്കഴിഞ്ഞ് ഇതിൻ്റെ വലതു ഭാഗത്താണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് അങ്ങനെ ഇന്ത്യ ഗേറ്റ് കാണാം. ഇത് കുറച്ച് മുമ്പ് ഇതൊന്ന് പൂട്ടിയിട്ടിരുന്നു, സന്ദർശകർക്ക് പ്രവേശനം ഇല്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഓപ്പൺ ആക്കി കൊടുത്തതാണ്. ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെയും സൈനികന്മാരൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ റോമൻ വിജയ കമാനങ്ങളുടെ വാസ്തുവിദ്യാ ശൈലിയാണ് ഇതിലുള്ളത്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഈ പാരീസിലൊരു ആർക്ക് ഡി ട്രയംഫോ ഉണ്ട്, അതും പിന്നെ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു മോഡലാണ് ഇതുള്ളത്. ഇപ്പം ഇതിൻ്റെ ഫ്ലോർ ഭാഗമാണിത്. അവിടെ ഒരു സെക്യൂരിറ്റി പോലീസൊക്കെ ഉണ്ട്. പൂക്കളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഉയരം. ഇങ്ങനെ പോയിട്ട് ഇത്രയും ഹൈറ്റ് ഉണ്ട്. 1921 ഫെബ്രുവരി 10 ഇത് സ്ഥാപിച്ചത്. പക്ഷെ ഇത് അനാച്ഛാദനം ചെയ്തത് 10 വർഷത്തിന് ശേഷം 1931 ഫെബ്രുവരി 12 1313 ഇവരുടെ പേരുകളിവിടെ കുത്തിവെച്ചിട്ടുണ്ടെന്നാണ് കണക്കുള്ളത്. ഇവിടെ വന്നിട്ടുണ്ട്. കാര്യമായിട്ട് ജനങ്ങൾക്ക് പണി ഇങ്ങനെ ഫോട്ടോ എടുക്കലാണ്. പല സ്ഥലത്ത് നിന്നിട്ട് മുമ്പൊരു ഫോട്ടോത്തിന് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫർമാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു ഇതിൻ്റെ പരിസരത്ത് തന്നെ. അപ്പൊക്കെ തന്നെ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം പിന്നെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫർമാരുടെ കാര്യവും കഷ്ടമാണ്. എന്നാലും കുറേ ഉള്ളിൽ നിന്ന് വന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. നമ്മുടെ ബസ്സിൽ തന്നെ ത്രിപുര, ആസാം എന്നൊക്കെ പറഞ്ഞ കുറേ ഗ്രാമീണവാസികളൊക്കെ ഉണ്ട്. മൊബൈലൊന്നും ഇല്ലാത്തവരുണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കും. നമ്മുടെ ബസ്സിൽ തന്നെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരാൾ തന്നെ ഉണ്ട്. അദ്ദേഹം നല്ല ചെടിയും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഉഷാറായിരിക്കുന്നത്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും നിന്നിട്ട് ഫോട്ടോ എടുക്കുക. കുറേ എവിടെ നിന്ന് ഫോട്ടോ എടുക്കും, പിന്നെ കുറച്ച് അപ്പുറത്ത് ഫോട്ടോ എടുക്കും. ഞാനൊന്ന് കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കറങ്ങുകയാണ് ഇതിൻ്റെ പുറംഭാഗം മൊത്തം. ഞാൻ മുമ്പ് പലതവണ അവിടെ വന്നിട്ടുണ്ട്. മഞ്ഞ് സമയത്തോടെ വരണം. മഞ്ഞ് വന്ന സമയത്തോടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മൂടലിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഇങ്ങനെ കാണാം. അതൊരു പ്രത്യേക ഒരു കാഴ്ചയാണ് ആ ഒരു സംഭവം. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇവിടെയാണ് കുറേ പേരുകൾ കാണാം. അതിൻ്റെ മുകളിലുണ്ടല്ലേ ഇന്ത്യ എന്ന് എഴുതിയതിൻ്റെ താഴെ ഒന്നാം ലോകമഹായുദ്ധത്തിലും 3ാം അഫ്ഗാൻ യുദ്ധത്തിലും വീണ് മരിച്ച ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ടാണിത് സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗേറ്റ് കണ്ട് മടങ്ങുകയാണ്. ഒരു അരമണിക്കൂർ സമയം മതി കാണാൻ.
അതിൻ്റെ അടുത്ത് പോവുക, ഒന്ന് ചുറ്റി കറങ്ങി കാണുക, പിന്നെ തിരിച്ചു മടങ്ങുക. ഇവിടെ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അടിയിൽ കൂടി വേണം പോകാൻ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഇപ്പോഴും ട്രാഫിക്കുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.